എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിന്ന് കറി വെക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഈ ഒരു സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി നന്നായിട്ട് പഴുത്താണ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്ര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കോളിഫ്ലവർ നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറി നിങ്ങൾക്ക് ചാറോട് കൂടിയും അല്ലാതെയും എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കോളിഫ്ലവർ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ അതിൻ്റെ രുചി പോകും. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചാറിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കറി വാങ്ങാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ കറിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കാരണമാണ് തേങ്ങാപ്പാൽ ഇങ്ങനെ കട്ടിയായിട്ടിരുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും കോളിഫ്ലവർ വെച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ബാച്ചിലേഴ്സും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്